അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സ്വകാര്യ വാർത്താ ചാനലിൽ അലാറമടിച്ചു തുടങ്ങിയപ്പോൾ മുതൽ നാട്ടിലാകമാനം പരന്ന ഒരു വാർത്തയാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ 25 അംഗ വ്യക്തികൾ ഒപ്പിട്ട് നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നൽകിയ ഒരു പരാതിയെക്കുറിച്ച്. അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന നേതാക്കൾ പരാതിയായി എഴുതി ഒപ്പിട്ട് പ്രസിഡന്റ് അവറുകൾക്ക് കൈമാറി. ആ വാർത്തയാണ് വലിയ അലാറം മുഴക്കിക്കൊണ്ട് ഒരു സ്വകാര്യ വാർത്താ ചാനൽ ഇന്ന് പുറത്തുവിട്ടത്. ഒരല്പം കഴിഞ്ഞപ്പോഴേക്ക് ആ കത്തിൻ്റെ കോപ്പി സോഷ്യൽ മീഡിയയിലാകമാനം പ്രചരിക്കുന്നതും കണ്ടു. കത്ത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. എഴുതി ഒപ്പിട്ട 25 അംഗ ആളുകളെയും നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് വിലയിരുത്തി മനസ്സിലാക്കേണ്ടതുമാണ്. കത്തിങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർക്ക് സമസ്ത മുഷാവറയുടെ കഴിഞ്ഞ മസ്ലഹത്ത് തീരുമാനം വന്നതിൽ ശേഷവും പ്രസിഡന്റായ നിങ്ങൾ പട്ടിക്കാട് ജാമിഅയിൽ പ്രഖ്യാപിച്ച ഐക്യത്തിന് എതിരായും കടുത്ത വിഭാഗീയ പ്രതികരണവുമായി വീണ്ടും അബ്ദുൽ ഹമീദ് ഫൈസി തൻ്റെ വിഭാഗീയ പ്രവർത്തനം തുടരുകയാണ്. അപ്പോൾ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെയാണ് കത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു റാത്തൽ ഇറച്ചിക്ക് വേണ്ടി വട്ടമിട്ട് പറക്കുന്ന ധാരാളം കഴുകന്മാരെ അദ്ദേഹത്തിൻ്റെ സംഘടനാ സഹപ്രവർത്തകരുടെ കൂട്ടത്തിൽ നിന്നും അല്ലാതെയുമായി ഏറെ കാലമായി കേരളീയ മുസ്ലിം സമൂഹം കണ്ടുവരുന്ന ഒരു വസ്തുതയാണ്. അവസരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹത്തെ അടിക്കാൻ വടി തെരഞ്ഞു നടക്കുന്ന ആളുകൾ എക്കാലവും അദ്ദേഹത്തിൻ്റെ ചുറ്റുഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമസ്തയുടെ ആശയാദർശങ്ങൾ എന്താണോ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ എന്താണോ, അത് ഒരു ലാഭേച്ഛയുമില്ലാതെ എന്തെല്ലാം നഷ്ടങ്ങളും അപമാനങ്ങളും സഹിക്കേണ്ടി വന്നാലും തുറന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിക്കാനും പറയാനും അദ്ദേഹം കാട്ടിയ ത്രാണി സമസ്തയുടെ വിരുദ്ധപക്ഷത്തുള്ള ആളുകളെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളത് ഒരു പതിവാണ്. ഇപ്പോൾ അതിന് വീണ്ടും അവസരം കിട്ടി. അദ്ദേഹം സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശാശയങ്ങൾ ഉറക്കെ പറഞ്ഞു. കേക്ക് വിവാദവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച തുടങ്ങുന്നത്. നമുക്കറിയാലോ, ഒരു കേക്ക് കഴിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആകാശം ഇടിഞ്ഞു വീഴുകയോ ഭൂമി പിളർന്ന് ആളുകൾ അതിലേക്ക് ആഴ്ത്തപ്പെടുകയോ ചെയ്യുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നില്ല. മതത്തിൻ്റെ ഒരു ചടങ്ങുകളും മതത്തിൻ്റെ ഒരു കെട്ടുറപ്പും ഭദ്രതയും ഒന്നും എവിടെയും ആർക്കും നഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇവിടെ വിവാദത്തിന് ആധാരമായ വിഷയം എന്താണ്? ഒരു മതവിഭാഗത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് അതിൽ ഭാഗവാക്കായതിൻ്റെ മതവിധിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മാത്രമല്ല, അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ് അടക്കമുള്ള സമസ്തയുടെ ഉന്നത മതകലാലയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന, കിതാബ് തിരിയുന്ന മഹത്തുക്കളായ ആളുകൾ മുഴുവനും കുറേ മുമ്പ് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും സമസ്തയുടെ ഉന്നതനായ നേതാവ് MT അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ളവർ ഇബ്നു ഹജർ തങ്ങളുടെയും അതല്ലാത്ത ഫഖീഹുകളുടെയും ഒക്കെ ഫിഖ്ഹ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ ആധാരമാക്കി അതിൻ്റെയൊക്കെ വിധി പ്രസ്താവങ്ങൾ അവർ സമൂഹത്തെ തെര്യപ്പെടുത്തിയതാണ്. ഇക്കാലം അത്രയും ഇതര മതസമൂഹങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിലോ അവരുടെ ആഘോഷങ്ങളിലോ ഭാഗമാകുന്ന ഒരു പരിപാടിയും ഉണ്ടാകരുതെന്ന് തെരുവുകളിലൂടെ എല്ലാം വേദി കെട്ടി പ്രസംഗിച്ച് നടന്നിരുന്ന ആളുകൾ അവർക്ക് ആശയവൈകല്യം സംഭവിക്കുകയും അവരുടെ ആശയങ്ങളിൽ നിന്ന്, നേരത്തെ പറഞ്ഞിരുന്ന ആശയങ്ങളിൽ നിന്ന് വ്യതിയാനം സംഭവിച്ച് മാർഗം മാറി സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും നേരത്തെ വന്ന അതേ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം ഉറക്കെ പറയുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അവരുടെ കണ്ണിൽ കരടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെ സംഭവിച്ചതും അതാണ്. മതത്തിൻ്റെ നിയമം പറഞ്ഞപ്പോൾ മതകീയമായ കാഴ്ചപ്പാട്, ഇതര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതുമായി ബന്ധപ്പെട്ട മതത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടുകളും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ 25 അംഗ മഹാന്മാരാകുന്ന നേതാക്കൾ പരാതിയായി എഴുതി ഒപ്പിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റിന് കൈമാറി. അതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താമാധ്യമങ്ങളിൽ അത് നിറഞ്ഞു നിൽക്കുന്നു. വാർത്താമാധ്യമങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളും മറ്റുമൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഒന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം ഇടക്കിടക്ക് നമ്മളാണല്ലോ
മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ബൈറ്റ് കൊടുക്കേണ്ട ആളുകൾ നമ്മുടെ തല, എൻ്റെ ഫ്രെയിം, എൻ്റെ ഉടൽ, അതാണല്ലോ എപ്പോഴും ക്യാമറയ്ക്ക് മുമ്പിൽ ഉണ്ടാകേണ്ടത്. അതല്ലാത്ത ഒരു തലയും ഒരു ഫ്രെയിമും ഉടലും ഒക്കെ പുറത്ത് കണ്ടപ്പോൾ അതിലും ഒരു കുശുമ്പ് പ്രകടിപ്പിച്ചോ എന്ന് തോന്നിപ്പോകും ഈ വരി കണ്ടാൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താമാധ്യമങ്ങളിൽ അത് നിറഞ്ഞു നിൽക്കുന്നു. സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുഖത്തിൻ്റെ പാണക്കാട് വിമർശനത്തെയും പരിഹാസത്തെയും മറികടക്കും വിധമാണ് ഇപ്പോൾ ഇദ്ദേഹം പ്രസംഗിക്കുന്നത്. അവിടെ ഒന്ന് ഉമർ ഫൈസിയെ ടാഗ് ചെയ്തു, ഒന്ന് അദ്ദേഹത്തിനും കൂടെ ഏതായാലും ഒരു വഴിക്ക് പോവുകയാണ്, ആ പോകുന്ന വഴിയിൽ ഒരു ചവിട്ട് കൊടുക്കാനൊരു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം. എന്നിട്ട് അതിൻ്റെ കൂടെ പാണക്കാട് വിരുദ്ധത അതാണല്ലോ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് ഒരു വിഷയം ഇഷ്യൂ ആക്കാനും കത്തിച്ചു നിർത്താനും ഇപ്പോൾ ഏറ്റവും നല്ല ഇന്ധനം. ഒന്ന് പാണക്കാട് വിരുദ്ധതയും ഒന്ന് മുസ്ലിം ലീഗ് വിരുദ്ധതയുമാണല്ലോ, അത് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തെയും മറികടക്കുന്ന രൂപത്തിലാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾക്കെതിരെയാണ് ആ പറഞ്ഞത് എന്ന് ഒരു മതവിധി പറഞ്ഞതിൻ്റെ പേരിൽ, ഒരു മതവിധി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ശരീഅത്തിൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞതിൻ്റെ പേരിൽ അത് പാണക്കാട് തങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയാണ് കണ്ടത്. ബഹുസ്വര സമൂഹത്തിലെ പാരസ്പര്യത്തെ കാത്തുപോരുന്ന പൂർവ്വ നേതാക്കളുടെ പാത പിന്തുടർന്നു പോരുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ റിദ്ദത്തും ഹറാമും സംഭവിച്ചു എന്ന രീതിയിലാണ് വ്യംഗ്യമായി അദ്ദേഹം പറഞ്ഞത്. പൂർവികരായ പാണക്കാട്ടെ അഭിവന്ദ്യരായ മർഹൂമീങ്ങളായ നേതാക്കൾ ചെയ്ത പാതയിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞെടുത്തൊരു തിരുത്തുണ്ട്. ആ പാതയിൽ തന്നെ അദ്ദേഹം സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാലും മുൻകഴിഞ്ഞ പൂർവികരായ നേതാക്കളെല്ലാവരും ഇതുപോലെ ഇതര മത ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ സന്തോഷത്തിൽ ഭാഗവാക്കായത് ഇന്ന് നടക്കുന്ന തോതിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞ ആളുകൾ അതിന് തെളിവ് കൊണ്ടുവരണം. PMS പൂക്കോയ തങ്ങളോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളോ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളോ ഇത്തരമൊരു ആചാരാനുഷ്ഠാന കർമ്മ സന്തോഷ ചടങ്ങുകളിൽ എവിടെയെങ്കിലും പങ്കെടുത്തതായി തെളിവുണ്ടെങ്കിൽ അത് ഹാജരാക്കണം. പരസ്പരം സഹകരിച്ച് നീങ്ങുന്ന മുസ്ലിം ലീഗ് സമസ്ത ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും വിധം രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകളും നിരന്തരം നടത്തുകയാണ്. അത് ബഹുമാനപ്പെട്ട സലാം സാഹിബിന് എതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണമാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഈ വരി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ PMS സലാം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വളരെ മോശമായി അപകീർത്തിപ്പെടുത്തും വിധമുള്ള സംസാരങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ അത് FBയിലെ ഒരു 4 വരിയിൽ ഒതുക്കിയ ആളുകൾ അദ്ദേഹത്തിനെതിരെ, സമസ്തക്കെതിരെ നിരന്തരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിനെ അടിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ആങ്ങി ഊങ്ങി അടിക്കുന്ന PMS സലാമിനെതിരെ അദ്ദേഹത്തിൻ്റെ ജമാഅത്ത് ബന്ധവും ആ ബന്ധത്തിലൂടെ സമുദായത്തിൻ്റെ അകത്ത് ജമാഅത്ത് കയറി കൂടിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ മുമ്പ് പ്രസംഗിച്ചും പാടിയും ഒക്കെ നടന്നിരുന്ന ആളുകൾക്ക് അത് ചെറിയ കുട്ടികൾ വരെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയാണല്ലോ വരുന്നത് എന്ന കാര്യത്തിലാണ് വലിയ പ്രയാസം. ആ വിഷയം എടുത്തു പറഞ്ഞതിനാണ് മുസ്ലിം ലീഗ് സമസ്ത ബന്ധം തമ്മിൽ വിള്ളലുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ വളച്ചൊടിച്ചു കൊണ്ടുവരുന്നത്. ആയതിനാൽ സമസ്തയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തി സംഘടനാപരമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തിന്? സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയവും മതത്തിൻ്റെ കാഴ്ചപ്പാടും ഇതര മത വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുറന്ന് വേദികളിൽ, സമസ്തയുടെ വേദികളിൽ വെച്ച് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് മൂലക്ക് ഇരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് 25 ആളുകൾ, അവരുടെ യോഗ്യത, അവരുടെ ഒരു നിലവാരം പൊതുസമൂഹമാണ് അളക്കേണ്ടത്. പൊതുസമൂഹം അത് വിലയിരുത്തേണ്ടതാണ്. കാരണം മതം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ സംഘടനയിൽ നിന്ന് അദ്ദേഹം വഹിക്കുന്ന സ്ഥാനമാനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലെ അത് എത്ര ബാലിശമാണ് ആ അഭിപ്രായങ്ങൾ, ആ ഒരു പരാതി. ഇത് നോക്കൂ. ഇവിടെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തഖൂമു സാഅത്തു ഹത്താ തൽതരിബൽ അലയാത്തു നിസാഇ ദൗസിൻ അലാ ദുൽഖലസ. ദുൽഖലസ എന്ന് പറയുന്ന വിഗ്രഹത്തെ പ്രദക്ഷിണം വെച്ചുകൊണ്ടും അതിനെ വണങ്ങിക്കൊണ്ടും ദൗസ് ഗോത്രത്തിലെ സ്ത്രീകൾ അങ്ങനെ ഒരു വിഗ്രഹാരാധനയിലേക്ക് മടങ്ങിപ്പോകാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ഈ ദുൽഖലസ എന്ന് പറയുന്നത് പണ്ട് ജാഹിലിയത്തിൽ ദൗസ് ഗോത്രം ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമാണ്, ഒരു ബിംബമാണ്. അതിനെ അവർ പിന്നെ തവാഫ് ചെയ്യുകയും പിന്നെ അതിനെ വണങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. അതേ അവസ്ഥയിലേക്ക് അന്ത്യനാളിൻ്റെ അടയാളമായി
വരാൻ പോകുന്ന അന്ത്യനാളിൻ്റെ ആ ഒരു തലേ നാളുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ആ വിഗ്രഹാരാധനയിലേക്ക് മടങ്ങിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചന തന്നിട്ടുണ്ട്. അതൊന്നും ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കാനുള്ളതല്ല. ഘട്ടം ഘട്ടമായി ആ വിഗ്രഹാരാധനയിലേക്ക് പോകാനുള്ള വഴി തെളിഞ്ഞു വരുമെന്നാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ അറേബ്യയിൽ GCC രാജ്യങ്ങളിൽ ഹൈന്ദവ സഹോദരങ്ങളടക്കം പലരും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് അവരുടെ ചെലവിൽ ആരാധനാലയങ്ങൾ കെട്ടിപ്പടുത്തു കൊടുക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കം അവിടെ പോയി അതൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഉദ്ഘാടന വേളകളിൽ അറബികളിൽ പലരും ആ ആരാധനയുടെ ഭാഗമായി, സന്തോഷത്തിൻ്റെ ഭാഗമായി ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ നടത്തുന്ന ആ ആരാധനാ ചടങ്ങുകളിൽ ഭാഗമാക്കാവുന്നത് നമ്മൾ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഈ ഹദീസ് പറയുന്ന കാലം ജാഹിലിയത്തിൽ നിന്ന് പരിപൂർണമായും അവരെ സംശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്തെടുത്ത് ഇനി ഒരിക്കൽ പോലും ആ ഒരു പഴയ നിലവാരത്തിലേക്ക് തങ്ങൾ പോകുമെന്ന് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാലത്താണ് നിങ്ങൾ ഭാവിയിൽ ഇത്തരം ഒരവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അത് ഒറ്റയടിക്ക് പോകാനുള്ളതല്ല. അതിനുള്ള അവസരങ്ങൾ ഓരോന്നോരോന്നായി വഴി വെട്ടിക്കൊടുക്കാൻ ആളുണ്ടായാൽ ഇതുപോലെ ആ വിഗ്രഹാരാധനയിലേക്ക് മുസ്ലിം സമൂഹം എത്തിപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താക്കീത്. ഓണം നമ്മുടെ ഹൈന്ദവ വിശ്വാസികൾ ആചാരത്തിൻ്റെ ഭാഗമായി, അത് ഒരു സാംസ്കാരിക കേരളത്തിൻ്റെ ആഘോഷമാണ് എന്ന അർത്ഥത്തിലും അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും ഹൈന്ദവ സമൂഹം അവരുടെ ഒരു ആഘോഷമായി, ആചാരമായി കൊണ്ടു നടക്കുന്ന ഓണം, ആ ഓണത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളിൽ ഭാഗവാക്കായിക്കൊണ്ടും അതിൻ്റെ പൂജാകർമ്മങ്ങളിൽ പങ്കായിക്കൊണ്ടുമൊക്കെ നമ്മുടെ നേതാക്കളായ പലരും അത്തരം പരിപാടികളിലൊക്കെ ഇടപെടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും വളർന്നു വരുന്ന ഒരു തലമുറ ഇത്തരം ആചാരങ്ങളൊക്കെ നമുക്കും പങ്കുചേരാൻ പറ്റുന്ന സംഗതികളാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ അവരുടെ ആ പൂജാകർമ്മങ്ങളിലേക്ക്, ആ വിഗ്രഹാരാധനകളിലേക്ക് ആകൃഷ്ടരാകുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിലേക്ക് തുറക്കാൻ പോകുന്ന ആ വഴിയിലേക്ക്, അതിലേക്ക് വെട്ടിത്തുറക്കാൻ പോകുന്ന വഴിയുടെ മുൻപിലേക്കുള്ള കവാടം, അത് തുറക്കാൻ ശ്രമിക്കുന്നവരെ സമൂഹത്തിൻ്റെ മുൻപിൽ ജാഗ്രത നിർദ്ദേശം നൽകേണ്ടത് പണ്ഡിത ദൗത്യമല്ലേ? ആ പണ്ഡിത ദൗത്യം നിർവഹിച്ചതിൻ്റെ പേരിലാണോ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ സംഘടനാപരമായ അച്ചടക്ക നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നത്? മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, വല്ലദീ നഫ്സു അബുൽ ഖാസിം ബിയദിഹി എന്ന് പറഞ്ഞ് തങ്ങൾ തുടങ്ങുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. അവിടെ ഈസ ബിൻ മറിയം ഇറങ്ങി വരുന്ന രംഗം പറയുന്നുണ്ട്. ഡമസ്കസിലെ വെള്ളമിനാരത്തിൻ്റെ ആ ഇറങ്ങി വരുന്ന രംഗമൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം നിർവഹിക്കുന്ന ഒരു പ്രവർത്തനം, ഇമാമ മുഖസ്സിത്തം വഹക്കമൻ അദില എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ നിർവഹിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് പറയുന്നത്, ഒന്ന്, കുരിശുകൾ അദ്ദേഹം തകർത്തു കളയുകയും പിന്നെ പന്നികളെ കൊന്നൊടുക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ അവർ തരുന്നതൊക്കെ ഭക്ഷണം എന്താണെങ്കിലും അത് കഴിക്കണം, ഇന്നത് വേണമെന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ പന്നിമാംസത്തെ തങ്ങളുടെ ഒരു ഭക്ഷണ രീതിയായി കാണുന്ന ഒരു രീതിയാണ് ക്രൈസ്തവ സമൂഹത്തിനുള്ളത്. അതൊക്കെ അവർ തരുന്നത്, ഇഷ്ടത്തോടെ തരുന്നത് മുഴുവൻ നമുക്ക് വാങ്ങിക്കഴിക്കാൻ പറ്റുമോ? അത് ഹറാമാക്കിയതല്ലേ മതം? അതുപോലെ തന്നെ കേക്കുകൾ കഴിക്കുമ്പോൾ പ്ലം കേക്ക് നിർമ്മിക്കുന്ന ഒരു രംഗം ഈ അടുത്ത് നമുക്കൊക്കെ കാണാം. അതൊക്കെ പിന്നെ നെറ്റിലടിച്ച് നോക്കിയാൽ കിട്ടുന്നതാണല്ലോ. റം എന്ന് പറയുന്ന ഒരു മദ്യം അത് ഒഴിച്ചുകൊണ്ട്, അതുപോലെ ബിയർ അടക്കമുള്ള മദ്യം ലഹരിയായി ഇസ്ലാം ഹറാമാക്കി കാണുന്ന ദ്രാവകങ്ങളൊക്കെ ഒഴിച്ചുകൊണ്ട് കൂട്ടിക്കുഴച്ചുകൊണ്ട് കേക്കുകൾ ഉണ്ടാക്കുന്നതൊക്കെ ഇന്ന് അവൈലബിൾ ആണല്ലോ. അത്തരം സംഗതികളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് കിട്ടുന്നത് എന്തും കഴിക്കുകയും എന്തും കുടിക്കുകയും ഒക്കെ ചെയ്യാമെന്നുള്ള തലത്തിലേക്ക് ഇതിനെ നിസ്സാരമായി കാണുമ്പോൾ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം വരുമ്പോൾ ചെയ്യുന്ന ഒരു പണി കുരിശുകൾ മുഴുവൻ തകർക്കുകയും പന്നികളെ കൊന്നൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇന്ന് ക്രിസ്ത്യാനിറ്റി അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായി, അവരുടെ ആരാധനയുടെ ഭാഗമായി കൊണ്ടു നടക്കുന്ന സംഗതികൾക്കെതിരെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാം, അവർ ദൈവമായി ആരാധിക്കുന്ന നമ്മൾ മുസ്ലിം സമൂഹം അള്ളാഹുവിൻ്റെ പ്രവാചകനായി മനസ്സിലാക്കിയിട്ടുള്ള ഈസാ നബി അലൈഹിസ്സലാം അതിനെതിരെ യുദ്ധം ചെയ്യും എന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യം തന്നെ കുരിശുകളെ തകർക്കലും അതുപോലെ പന്നികളെ കൊന്നൊടുക്കലും ആകണമെങ്കിൽ അന്ന് അത്രത്തോളം അത് വ്യാപകമായിരിക്കണമല്ലോ. വ്യാപകമാകുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിഷണറി പ്രവർത്തനങ്ങൾ. എടക്കര സംവാദം നമ്മൾ ആരും മറന്നുപോയിട്ടില്ലല്ലോ. ഷെയ്ഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ വളരെ
ഹിക്മത്തോടുകൂടെയുള്ള യുക്തിപരമായ ഇടപെടലുകളിലൂടെ ക്രിസ്ത്യാനിസത്തിലേക്ക് പോയ 40ഓളം മുസ്ലിം കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന വിഖ്യാതമായ എടക്കര സംവാദം നമുക്കൊക്കെ അറിയാമല്ലോ. ഇന്നും നമ്മുടെയൊക്കെ നാടുകളിൽ ഒരുപാട് ആദിവാസികളുണ്ടായിരുന്ന, ഒരുപാട് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ക്രിസ്ത്യാനിസത്തിലേക്ക് മതം മാറിയതിൻ്റെ അനുഭവം നമുക്കൊക്കെ പറയാനുണ്ട്. അത്രമേൽ മിഷണറി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അതിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഘട്ടം ഘട്ടമായി ഈ പറയപ്പെടുന്ന മതത്തിൻ്റെ വ്യാപ്തി ഉണ്ടാകുമെന്ന സൂചന ഈ ഹദീസ് പറയുമ്പോൾ അതിനെതിരെ നിലകൊള്ളാൻ വരുന്ന പ്രവാചകനാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചന നൽകുമ്പോൾ ഈ ഹദീസിലേക്ക് ചേർത്തുകൊണ്ടല്ലേ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത തത്ബഉന്ന സുനന മൻ കാന ഖബ്ലക്കും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ എന്ന ഹദീസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജൂത ക്രൈസ്തവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അനുധാവനം ചെയ്യാൻ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മത്സരിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. ഹത്താ ലൗ ദഖലൂ ജുഹറ മുബ്ബിൻ തബിഅതുമൂഹും, ഉടുമ്പിൻ്റെ മാളത്തിൽ അവർ കയറിയാൽ പോലും നിങ്ങൾ അവരെ പിന്തുടരുന്നിടത്തേക്ക് നിങ്ങൾ എത്തും. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ എത്തുന്നതല്ല, ഘട്ടം ഘട്ടമായിട്ടാണ് ആ വഴിയിലേക്ക് എത്തിച്ചേരുക. ആ വഴിയിലേക്ക് കടക്കാനുള്ള ഡോറ് തുറന്നു കൊടുക്കുന്ന പണി ആരെടുത്താലും അതിനെ പ്രതിരോധിക്കലും ഇസ്ലാമിനെ പ്രബോധനം ചെയ്യലും പണ്ഡിത ദൗത്യമാണ്. ആ ദൗത്യം നിർവഹിക്കുന്നവരെ അകാരണമായി കുട്ടിലടച്ച് ചങ്ങലയിൽ ബന്ധിക്കാമെന്ന മിഥ്യാധാരണയിലാണ് ഒരു പറ്റം പണ്ഡിത വേഷധാരികൾ ഇന്ന് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള എല്ലാ വഴിയും തുറന്നു കൊടുക്കുന്ന തരത്തിലാണ് ഇന്ന് ചില ആളുകളുടെയൊക്കെ ന്യായീകരണങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലോ, എത്താത്ത കാലത്തോളം വലൻ തല്ലാഅൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും, അവരെ നിങ്ങൾ പിന്തുടരുന്നത് വരെ, പിൻപറ്റുന്നത് വരെ, അവരുടെ ഫോളോവേഴ്സായി നിങ്ങൾ മാറുന്നത് വരെ അവർ അടങ്ങിയിരിക്കില്ല. അവരുടെ അരമനകളിലൂടെ നിങ്ങളെ അവർ കയറ്റി ഇറക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആന്റെ താക്കീതാണ്. ഈ പറഞ്ഞ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഈ രാജ്യത്തെ സൗഹൃദം തകർക്കണമെന്നോ ഇതര മത വിഭാഗങ്ങളുമായുള്ള നമ്മുടെ പഴമക്കാർ നിലനിർത്തിപ്പോന്ന സൗഹൃദങ്ങളും സഹവർത്തിത്വങ്ങളും തകർത്തെറിയണമെന്നോ ഒന്നുമല്ല പറയുന്നത്. മറിച്ച് മാനവ സൗഹാർദ്ദം നിലയുറപ്പിക്കുകയും മാനവ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുകയും എന്നിട്ട് അവരവരുടെ ആചാരങ്ങൾ അത് അവരവർക്ക് വിട്ടുകൊടുക്കുകയും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അത് അല്ലാഹു തആല തൃപ്തിപ്പെട്ട മുൻഗാമികളുടെ റുജുവായ മാർഗം, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, രണ്ട് വിഭാഗത്തെ അവിടെ പറഞ്ഞല്ലോ, ആ മാർഗത്തിലേക്ക് പോകാതെ കാത്തുകൊള്ളണമേ എന്ന് ഓരോ ദിവസവും 17 തവണ 5 വഖ്ത് നിസ്കാരങ്ങളിലായി വിശ്വാസി ദുആ ചെയ്യുന്നത് ആ മാർഗത്തിലേക്ക് പോയി മാർഗഭ്രംശം സംഭവിക്കാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോഴെല്ലാം പണ്ഡിതന്മാർ രംഗപ്രവേശം ചെയ്ത് അതിനെതിരെ പ്രസംഗിക്കുകയും എഴുതുകയും അവരുടെ ദൗത്യം അവർ നിർവഹിക്കുകയും ചെയ്യും. അത്തരക്കാരെ കൂച്ചുവിലങ്ങിട്ട് ഫാസിസ്റ്റുകൾ ചെയ്യുന്നത് പോലെ മതപ്രബോധനം തകർക്കാനും അതിന് കൂച്ചുവിലങ്ങിടാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് അനുവദിച്ചു തരാൻ കേരളീയ പണ്ഡിത സമൂഹത്തിന് സാധ്യമാകുമോ? കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ആധികാരിക മത സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾക്ക് അതിന് സാധ്യമാകുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇസ്ലാമിന് നെഞ്ചേറ്റുന്നവരും സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിച്ചവരുമായ ആളുകൾ ഇത്തരം വളരെ അള്ളാഹുവിൻ്റെ ദീനിനെ കൊഞ്ഞനം കുത്തും തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ കരുതിയിരിക്കുകയും ഇതര മതവിഭാഗങ്ങളുമായി സൗഹൃദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പൂർവികർ സ്വീകരിച്ച നിലപാടിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്ത് നമ്മുടെ ഈമാൻ സലാമത്താക്കണം. ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, ഈ മതത്തെ അള്ളാഹുവാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നിട്ടുള്ളത്. നിങ്ങളാരും സ്വമേധയാ തിരഞ്ഞെടുത്തതോ അധ്വാനിച്ചുണ്ടാക്കിയതോ അല്ല, അള്ളാഹു നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഹിബത്തായി തന്നതാണ് ഈ മതം. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, അതുകൊണ്ട് തന്നെ ഇസ്ലാമായിട്ടല്ലാതെ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോകരുത് എന്ന് വിശുദ്ധമായ ഖുർആന്റെ താക്കീത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവട്ടെ. അള്ളാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.